ദേശീയപാത വികസനത്തിൻ്റെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിലെ പൊയിനാച്ചിയിലാണുള്ളത് കേട്ടോ. അപ്പോൾ പൊയിനാച്ചിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പൊയിനാച്ചി ഓവർപാസിൻ്റെ താഴെയായിട്ട് നിലവിലിപ്പോൾ 3 വരി പാതയിൽ വാഹന ഗതാഗതനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ചെർക്കൾ മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗങ്ങൾ വളരെ ഫാസ്റ്റായി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ പൊയിനാച്ചി ഭാഗത്ത് നിലവിൽ അണ്ടർപാസിന് താഴെയായിട്ട് വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ട് റീടൈൻ വാള് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 വരി പാത തുറന്നു കൊടുത്തത് ഇടത് ഭാഗത്തുള്ള നിലവിലുള്ള റോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഈ ഭാഗത്തായിട്ട് ഇനി സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. സർവീസ് റോഡ് പെട്ടെന്ന് റെഡിയാക്കിയതിന് ശേഷം ഇവരുടെ ഇടത് ഭാഗത്തായിട്ട് ഈ റീടൈൻ വാൾ കെട്ടി മണ്ണടിച്ച് ഏകദേശം ആ ലെവലിലേക്ക് എത്തണം. എന്തായാലും നമ്മുടെ പൊയിനാച്ചി ഓവർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് പുരോഗതി കാണാൻ കഴിയുന്നുണ്ട്. പൊയിനാച്ചി കഴിഞ്ഞ് നമ്മൾ ചെർക്കളയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഡ്രെയിനേജ് ഉണ്ട് കേട്ടോ. ആ ഡ്രെയിനേജിൻ്റെ വർക്ക് ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട്, മറുവശത്ത് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. പൊയിനാച്ചി ഓവർപാസിന് താഴെയുള്ള ദൃശ്യമാണ് കാണുന്നത്. നിലവിലിപ്പോൾ നമ്മുടെ വലതു ഭാഗത്തായിട്ടുള്ള അവിടെ ഇനി റീടൈൻ വാള് കെട്ടിയിട്ട് നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ റീടൈൻ വാളിൻ്റെ നിർമ്മാണം നടന്ന് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുകളിലായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് തന്നെ ഈ ഭാഗത്തൊക്കെ റീടൈൻ വാൾ കെട്ടി മണ്ണടിച്ച് ഏകദേശം ലെവലാക്കിയിട്ട് വേണം ആ ഭാഗങ്ങളിൽ സർവീസ് റോഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പൊയിനാച്ചി പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഈ വലതു ഭാഗത്തായിട്ടൊരു മെർജിങ് പോയിൻ്റ് ഉണ്ട്. നിലവിലിപ്പോൾ ഈ 3 വരി പാത കൂടിയാണ്, ഇടതുവശത്ത് കാണുന്ന പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നത്. കൂടാതെ 2 ഭാഗത്തായിട്ടും സർവീസ് റോഡും റെഡിയായിട്ടുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ വലത് ഭാഗത്ത് കാണുന്ന റോഡിൽ 3 വരി പാതയിൽ ടാറിങ് പ്രവൃത്തികൾ നടക്കുകയാണ്. എന്തായാലും ആ ഭാഗം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ ചട്ടഞ്ചാൽ അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൽ ആ സ്ഥലം സ്റ്റാർട്ടാവുന്നത് വരെ ടാറിങ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ്. നിലവിലിപ്പോൾ ഫൈനൽ ടാറിങ് പ്രവൃത്തികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മേഘ കമ്പനിയുടെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ രണ്ടാമത്തെ റീച്ചിൽ നിരപ്പായുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ നല്ല രീതിയിലുള്ള വർക്ക് പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗങ്ങൾ നിലവിൽ നല്ല പുരോഗതിയാണ്. ഇപ്പോൾ ചട്ടഞ്ചാൽ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ മണ്ണെടുത്ത് താഴ്ന്നിക്കൊണ്ട് വർക്കുകൾ അവസാന ഘട്ടത്തിൽ ഇവർ നടത്തിക്കൊണ്ട് പോവുകയാണ്. എന്തായാലും മഴക്കാലത്തിന് മുമ്പ് തന്നെ മഴ വരുന്നതിന് മുമ്പ് തന്നെ വർക്കുകൾ പരമാവധി പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചട്ടഞ്ചാൽ 55-ാം മൈലിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ 3 വരി പാതയിൽ ടാറിങ് പ്രവൃത്തികൾ നടക്കുകയാണ്. നിലവിലിപ്പോൾ ഇവിടെ കുറച്ച് ഉയരമുള്ള പ്രദേശമായിരുന്നു. അപ്പോൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് വരുന്നത്. നമ്മുടെ മേഘ കമ്പനിയുടെ വർക്ക് ബൈപ്പാസ് കൂടാതെ കുന്ന് പ്രദേശങ്ങൾ മാത്രമാണ് അല്പം പെൻഡിങ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇവരുടെ വർക്ക് പുരോഗതി നല്ല രീതിയിൽ നടക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ സർവീസ് റോഡ് റെഡിയായ ഭാഗമാണ്. ചട്ടഞ്ചാൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടോ. നിലവിലിപ്പോൾ ഇവിടെ ഡൈവേഷൻ വന്നിട്ട് 2 ഭാഗത്തോട്ടും ഇപ്പോൾ സർവീസ് റോഡാണ് പോകുന്നത്. ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചിട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് ഇവർ വർക്ക് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ചട്ടഞ്ചാൽ അണ്ടർ പാസേജിന് തൊട്ട് മുമ്പുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഏകദേശം ലെവലാക്കി കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബെൽറ്റൊക്കെ ഇട്ട് ഇവർ RE പാനലൊക്കെ സെറ്റാക്കി റെഡിയാക്കി മണ്ണടിച്ച് ഉയർത്തുകയാണ്. അപ്പോൾ ഏകദേശം RE പാനൽ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ. ഇനി ഏകദേശം ലെവലായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചട്ടഞ്ചാൽ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് നിലവിലിപ്പോൾ ബെൽറ്റ് ഇട്ട് RE പാനലുകൾ സെറ്റാക്കി കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഇനി ഏകദേശം നമ്മൾ അണ്ടർ പാസേജിൻ്റെ മുകളിലെ ലെവലിലേക്ക് RE പാനൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
എന്തായാലും ഈ ചട്ടഞ്ചാല അപ്രോച്ച് റോഡ് ഭാഗം പെട്ടെന്ന് തന്നെ ഇവർ പൂർത്തീകരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനിയും മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഭാഗങ്ങളിലൊക്കെ നല്ല ഉയരത്തിൽ ഇനി RE പാനലുകളൊക്കെ വെച്ച് റെഡിയാക്കാൻ ബാക്കിയാണ്. നമ്മൾ ഈ വലതു ഭാഗങ്ങളിലായിട്ട് ഏകദേശം ലെവലാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇടതു ഭാഗത്താണ് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്ക് നടക്കുന്നത്. നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ട് ഏകദേശം 1 മാസത്തിനോടടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്താണ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നല്ല പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദേളി പോകുന്ന റോഡാണ് ഇടതു ഭാഗത്തായിട്ട് കാണുന്നത്. ഇവിടെ മുതൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് 6 വരി പാത വരുന്നത്. ഇപ്പോൾ 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ JCB ഒക്കെ ഉപയോഗിച്ച് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് ദ്രുതഗതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നത് കേട്ടോ. അപ്പോൾ വലതു ഭാഗങ്ങളിലായിട്ട് ഇനി ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. ഇടതു ഭാഗത്തായിട്ട് വലിയ RE പാനലുകൾ ഉപയോഗിച്ച് മണ്ണെടുത്ത് താഴ്ത്തിയാണ്. അപ്പോൾ ഇടതു ഭാഗത്തായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് വീണ്ടും മണ്ണടിച്ച് ലെവലാക്കിയിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞുള്ള ഭാഗത്ത് ഒരുപാട് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് ഇവർ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ പാറ പോലെയുള്ള സ്ഥലം, ചിലയിടങ്ങളിൽ നല്ല ഉറപ്പുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ നല്ല രീതിയിലുള്ള വർക്കാണ് നിലവിൽ ഈ ഭാഗങ്ങൾ നമുക്ക് നടക്കുന്നതായി മേഘാ കമ്പനിയുടെ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇടതു ഭാഗത്തൊക്കെ ആയിട്ട് ഇവർ താഴെയായിട്ട് കോൺക്രീറ്റ് ചെയ്ത് RE വാളുകൾ നിർമ്മിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ വലതു ഭാഗത്തും സമാനമായ രീതിയിലാണ്. നേരത്തെ കുന്ന് പ്രദേശമായിരുന്നു, മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിക്കുന്നത്. നമ്മൾ ഈ ഇടത് കാണുന്ന റോഡില്ല, ഇടത് ഭാഗത്തുള്ള കാണുന്ന റോഡാണ് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത കടന്ന് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇവിടെ മുതൽ നല്ല രീതിയിലുള്ള വർക്ക് പുരോഗതി നമുക്ക് മേഘാ കമ്പനിയുടെ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ച് തലപ്പാടി ചെങ്കള റീച്ചിലെ വർക്ക് അവസാന ഘട്ടത്തിലാണ്. 95% വർക്കും അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡിലൊക്കെ നിലവിലിപ്പോൾ ടാറി പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചട്ടഞ്ചാൽ കഴിഞ്ഞ് ഒരു വയഡക്റ്റാണ് ഇവിടെ വരുന്നത്. നിലവിലിപ്പോൾ വയഡക്റ്റിൻ്റെ നിർമ്മാണം നടക്കുകയാണ് കേട്ടോ. ഏകദേശം ഇവിടെ വയഡക്റ്റിൻ്റെ മുകളിലായിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുള്ള ഭാഗങ്ങളിൽ ഇവർ ഷട്ടറിങ് പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നിലവിലിപ്പോൾ കമ്പി കെട്ടിക്കൊണ്ട് നടക്കുകയാണ്. വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് മേഘാ കമ്പനി ഈ ഭാഗങ്ങൾ നേരിട്ടത്. നേരത്തെ മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ നീരുറവയൊക്കെ ഉള്ള സ്ഥലമാണ്, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവർ സോയിൽ നെയിലിംഗ് നടത്തിയ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഉറവ ഉള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. എന്തായാലും നിലവിലിപ്പോൾ മഴയ്ക്ക് മുമ്പ് ഇവർ പരമാവധി വർക്ക് ഫിനിഷാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ വയഡക്റ്റ് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നിലവിലിപ്പോൾ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നിലവിലുള്ള താൽക്കാലിക റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ സോയിൽ നെയിലിംഗ് നടത്തിയ ഭാഗങ്ങളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നിലവിലിപ്പോൾ നമ്മുടെ ചട്ടഞ്ചാൽ മുതൽ ഇവിടെ ചെറിയൊരു വയഡക്റ്റാണ് അനുവദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വലിയ ഒരു വയഡക്റ്റ് ഇവിടെ അനുവദിക്കാമായിരുന്നു. നമ്മൾ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും നമ്മളെ വട്ടപ്പാറ വയഡക്റ്റൊക്കെ കണ്ടതാണ്. എന്തായാലും നമ്മുടെ ചെറുക്കള കഴിഞ്ഞ് ബേവിഞ്ച ഭാഗത്തൊക്കെ സമാനമായ രീതിയിൽ നമ്മൾ ബേവിഞ്ച സ്റ്റാർ നഗറിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടെ വർക്ക് നടന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളിലും വയഡക്റ്റ് കൊടുക്കാമായിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ ഈ ഭാഗങ്ങളിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ കാണുന്ന വലതു ഭാഗത്തുള്ള കുന്നില്ലേ, അവിടെ നിന്നും ഒരുപാട് മണ്ണുകൾ എടുത്തിട്ട് ഒരുപാട് മണ്ണുകൾ ഈ ഭാഗങ്ങളിലൊക്കെ ലഭ്യമാണ്. വടകര ഭാഗത്ത് വീഡിയോസ് ചെയ്യുമ്പോൾ അവിടെ വാഗാടിൻ്റെ ഭാഗത്ത് റീച്ചിൽ അവർക്ക് മണ്ണ് ലഭ്യത കുറവുണ്ടായിരുന്നു. നിലവിലിപ്പോൾ മേപ്പൂർ ഭാഗത്തൊക്കെ മണ്ണെടുക്കാനുള്ള സൗകര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ മലബാർ ഏരിയയിൽ മണ്ണിന് അത്ര ക്ഷാമമില്ല. തെക്കൻ ജില്ലകളിലോട്ട് പോകുമ്പോൾ തീരദേശ മേഖലകളിലൊക്കെ മണ്ണിന് ലഭ്യത കുറവായത് കാരണം വർക്ക് അവിടെ വളരെ ലാഗാണ് കേട്ടോ. എന്തായാലും നമ്മളെ മലബാർ ഏരിയയിലെ കാസർഗോഡ് കോഴിക്കോട് ബൈപ്പാസ് മലപ്പുറം ആദ്യത്തെയും രണ്ടാമത്തെയും റീച്ചിലൊക്കെ വർക്ക്
അവസാന ഘട്ടത്തിലാണ്. 90% വർക്ക് കഴിഞ്ഞ ഇടമാണ്. നമ്മൾ തെക്കിൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. തെക്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ റീറ്റെയിൻ വാളുകൾ നിർമ്മിച്ചിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെർക്കള കഴിഞ്ഞ് തെക്കിൽ വരെ ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഏരിയ കൂടിയാണ്. എന്തായാലും സർവീസ് റോഡ് അധികം ഈ ഏരിയയിലും ഇല്ല കേട്ടോ. സർവീസ് റോഡ് ഇല്ലാതെയാണ് ഈ പാത വരുന്നത്. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഇടം കൂടിയാണ് നമ്മുടെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗത്ത്. എന്തായാലും ഇവർക്ക് തിരിച്ച് യൂ ടേൺ അടിച്ചിട്ട് ഒരുപാട് ദൂരം പോയിട്ട് തിരിച്ച് വരേണ്ട അവസ്ഥയാണ് നിലവിൽ ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. തെക്കിൽ ഭാഗത്ത് ഇടത് ഭാഗത്ത് റീറ്റെയിൻ വാളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുക. അതിന് മണ്ണടിച്ച് ഏകദേശം ഉയർത്തേണ്ട വർക്ക് ഈ ഭാഗം നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. ഈ വലതു ഭാഗത്തുള്ള റോഡ് കൂടിയാണ് ഇരുഭാഗത്തോട്ടും നിലവിൽ വാഹനങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. വലിയ 3 മീറ്റർ വീതിയിലുള്ള 6 വാളുകൾ നിർമ്മിച്ചിട്ടാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത്. നിലവിലിപ്പോൾ ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. റെഡിമെയ്ഡ് ഡ്രെയിനേജാണ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലാണ് നല്ല രീതിയിൽ ഉറവ ഉള്ള സ്ഥലം കേട്ടോ. അപ്പോൾ മഴക്കാലം വരുന്നതോടുകൂടി നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ റോഡിൻ്റെ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം. നിലവിലിപ്പോൾ നമുക്ക് ഈ പഴയ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. താൽക്കാലികമായി നിർമ്മിച്ച റോഡ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ മണ്ണെടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുതുതായി നിർമ്മിച്ച റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടം പോകുന്നത്. ഇടത് ഭാഗത്ത് നല്ല താഴ്ചയുള്ള കൊക്കെയുള്ള പ്രദേശമാണ് കേട്ടോ. വലിയ വാള് നിർമ്മിച്ചിട്ടാണ് മണ്ണടിച്ച് ഏകദേശം ഉയർത്തിയിട്ടുള്ളത്. നമ്മൾ ഈ വലതു ഭാഗത്ത് കാണുന്ന കുന്നിൽ നിന്ന് ഏകദേശം മണ്ണെടുത്ത് ഈ ഭാഗങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വലതു ഭാഗത്തുള്ള റോഡ് കൂടിയാണ് ടാറ്റ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. കൊറോണക്കാലത്ത് തുടങ്ങിയ ടാറ്റ ഹോസ്പിറ്റൽ നിലവിലിപ്പോൾ ക്ലോസ്ഡ് ആണ്. സർക്കാർ നിലവിലിപ്പോൾ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഹോസ്പിറ്റൽ വീണ്ടും തുറന്നിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നടക്കട്ടെ. കാസർഗോഡ് ജില്ല ആരോഗ്യ മേഖലയിൽ ഒരുപാട് പിന്നിലാണ്. നമുക്കറിയാം, കൊറോണ കാലത്ത് നമ്മൾ മംഗലാപുരത്തെയാണ്, കർണാടകയാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത്. അവിടെയൊക്കെ ആ സമയത്ത് മണ്ണിട്ട് മൂടി നമുക്ക് ചികിത്സ നിഷേധിച്ച വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് രോഗികളുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞത് കേട്ടോ. നമ്മൾ തെക്കിൽ പാലം കഴിഞ്ഞ് ചട്ടഞ്ചാൽ പോകുന്ന ഭാഗത്തോട്ട് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആളുകൾക്ക് ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടിയിട്ട് പാസേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. നിലവിലിപ്പോൾ ഈ ഇടത് ഭാഗത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. പുതുതായി നിർമ്മിച്ച തെക്കിൽ പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ജോയിൻറ്റിങ് വർക്കാണ് നടക്കുന്നത്, എക്സ്പാൻഷൻ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പഴയ പാലത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ ട്രാഫിക് ഇരുവശത്തോട്ടും പോകുന്നത് കേട്ടോ. നമ്മൾ ബേവിഞ്ച ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഇരുവശത്തോട്ടും ആളുകൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ അണ്ടർ പാസേജൊന്നും ഇല്ലാതെയാണ് നമ്മുടെ ചെർക്കള മുതൽ ഈ ഭാഗങ്ങളിലൊക്കെ വരുന്നത്. എന്തായാലും സർവീസ് റോഡും അനുവദിച്ചിട്ടുള്ള, അപ്പോൾ ഒരുപാട് ജനങ്ങൾ ഇവിടെ പാർക്കുന്ന ഏരിയ കൂടിയാണ് കേട്ടോ. എന്തായാലും സർവീസ് റോഡൊക്കെ ഈ ഭാഗങ്ങളിൽ അനുവദിക്കണമായിരുന്നു. നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് ഇവിടുത്തെ ജനപ്രതിനിധികളുമായിട്ട് ഇവരൊക്കെ ഈ ഭാഗത്തുള്ള ആളുകൾ കൂടിയാലോചിച്ച് ഇതിനു വേണ്ടി സംവിധാനമൊക്കെ ഏർപ്പെടുത്തണമായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് ഈ ഭാഗങ്ങളിൽ ഇവിടെ ഒരു വീടിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മതിൽ പൊളിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസൊക്കെ ഇടപെട്ട് അറസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗങ്ങളൊക്കെ സർവീസ് റോഡില്ല എന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. നമ്മുടെ കാസർഗോഡ് നിന്ന് നമ്മുടെ ഈ ബേവിഞ്ച ഭാഗത്തോട്ട് വരുമ്പോൾ ഇവർ ഇപ്പോഴത്തെ മറുവശത്തോട്ട് വീടുള്ളവർ ഒരുപാട് ദൂരം പോയി യൂ ടേൺ അടിച്ച് വരേണ്ട അവസ്ഥയാണ് നിലവിൽ സാഹചര്യത്തിൽ ഉള്ളത്. എന്തായാലും ഈ വയഡക്റ്റിൻ്റെ ഈ ഭാഗത്തുള്ള വയഡക്റ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ്. മറുവശത്തെ നിർമ്മാണം നേരത്തെ കഴിഞ്ഞ ഇടം കൂടിയാണ്. ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള നിർമ്മാണം നടക്കുന്നതിനാണ് ഇവിടെ തുറന്നു കൊടുക്കാത്തത്. എന്തായാലും നമ്മുടെ ഈ സ്റ്റാർ നഗറുള്ള ഭാഗത്ത് ഈ വളവുള്ള സ്ഥലത്തൊരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് പള്ളി പൊളിച്ചു മാറ്റിയിട്ടാണ് ഇവിടെ പാത വരുന്നത് കേട്ടോ. ഇവിടെ മുതൽ നമ്മുടെ ബേവിഞ്ച വലിയ കുന്നില്ല, ആ ഭാഗം വരെ നേരത്തെ വർക്കൊന്നും നടക്കാത്ത ഏരിയയാണ്.
ഈ നമ്മൾ കാണുന്ന ഇടത് ഭാഗത്തായിട്ട് കുന്നും പ്രദേശത്ത് ചെറിയ രീതിയിൽ സോയിൽ നെയിലിംഗ് നടത്തിയിട്ടുള്ളതല്ലാതെ കാര്യമായ വർക്ക് ഈ ഭാഗങ്ങൾ നടന്നിട്ടില്ല. നമ്മൾ ഈ കാണുന്ന കുന്നില്ലേ, വലിയ കുന്നായിരുന്നു, മണ്ണെടുത്ത് താഴ്ത്തി കൊണ്ട് വരികയാണ്. നമുക്ക് ഈ വേനൽക്കാലത്ത് പോലും ഈ കുന്നുകിൻ്റെ താഴെയായിട്ട് വെള്ളത്തിൻ്റെ ഉറവ കാണാൻ കഴിയട്ടോ. അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ വലിയ കുന്ന് ഇടിച്ച് താഴ്ത്തി കൊണ്ട് വരുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ പോലെയുള്ള റോഡാണ് നിലവിലുള്ള ദേശീയപാത കടന്നു പോകുന്നത്. റീഅലൈൻമെൻറ്റ് നടന്ന ഭാഗമാണ്. അപ്പോൾ ഒരുപാട് റീഅലൈൻമെൻറ്റ് നമ്മുടെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ മുതൽ നമ്മുടെ സ്റ്റാർ നഗർ വരെ ചെറിയൊരു വയഡക്റ്റ് കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇടതുഭാഗത്തുള്ള ചെറിയ താഴ്ചയുള്ള പ്രദേശമാണ്. അവിടുത്തെ മണ്ണിടിച്ച് ഏകദേശം ഉയർത്തിയിട്ട് വേണം റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ ഈ കുന്നിടിച്ച് താഴ്ത്തി കൊണ്ട് വരികയാണ്. നിലവിലുള്ള ദേശീയപാത കൂടിയാണ്. ഇവിടെ ട്രാഫിക് ഇരുവശത്തോട്ടും വാഹനങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം കഴിഞ്ഞ് നമ്മൾ ചെർക്കള ഭാഗത്തോട്ട് പോകുമ്പോൾ ഇടതുഭാഗത്തായിട്ട് കുന്നിടിച്ച് മണ്ണെടുത്തിട്ട് താഴ്ത്തിയിട്ടാണ് 6 വരിപ്പാത വരുന്നത്. ഈ വലതുഭാഗത്തുള്ള പോലെയുള്ള റോഡുണ്ടല്ലോ, പഴയ ദേശീയപാതയാണ്. അപ്പോൾ ഇവിടെ മുതൽ നമ്മളെ ബേബിയഞ്ചയിലോട്ട് ചെറിയൊരു ബൈപ്പാസ് ഉണ്ട്, റോഡുണ്ട്. അധികം ആളുകളും വാഹനങ്ങൾ ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. നിലവിലിപ്പോൾ ഈ ഭാഗം ക്ലോസ് ചെയ്തിട്ട് ഇവിടെ സർവീസ് റോഡൊന്നും ഇല്ലാതെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 6 വരിപ്പാത ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ പോകുന്നത്. എന്തായാലും ഇടത് ഭാഗത്തുള്ള മണ്ണെടുത്തിട്ട് സോയിൽ നെയിലിംഗ് ഒക്കെ നടത്തിയ പ്രദേശമാണ്. ഇവിടെ ഒന്നും മണ്ണിടിച്ചിലുണ്ടായിട്ടില്ല. സോയിൽ നെയിലിംഗ് നടത്തിയത് വിജയകരമായിട്ടുണ്ട്. ഇതായാലും നമ്മൾ ഈ കാണുന്ന പ്രദേശത്ത് ഈ 3 വരിപ്പാത നിർമ്മിച്ചിട്ടുണ്ട്. വലതുഭാഗത്തുള്ള സ്ഥലം കുറച്ച് താഴ്ത്തിയുള്ള പ്രദേശമാണ്. ഇപ്പോൾ മണ്ണ് അടിച്ച് ഏകദേശം 6 വാളുകൾ നിർമ്മിച്ച് മണ്ണടിച്ച് ഉയർത്തിയിട്ട് വേണം ആ പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയും റീഅലൈൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ പോലെയുള്ള ഈ വളഞ്ഞ റോഡ് കൂടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് റീഅലൈൻമെൻറ്റ് ഈ ഭാഗത്ത് ചെർക്കള മുതൽ ചട്ടഞ്ചാൽ ഭാഗം വരെ നടന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വയഡക്റ്റ് നൽകാമായിരുന്നു. ഒരു പരിധിവരെ ഈ മണ്ണിടിച്ചിലൊക്കെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തുള്ള ഈ സോയിൽ നെയിലിംഗ് നടത്തിയ ഭാഗത്ത് വിണ്ട് കീറിയിട്ടുണ്ടായിരുന്നു, മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ് കേട്ടോ. ഈ താഴെയുള്ള പ്രദേശത്ത് വലതുഭാഗത്ത് കാണുന്ന പ്രദേശത്ത് 6 വാളുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ താഴെയായിട്ട് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള 6 വാളുകൾ നിർമ്മിച്ചിട്ട് മണ്ണിടിച്ച് ഏകദേശം ഉയർത്തേണ്ട വർക്കാണ് ഇനി ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ ആ ദൂരെ കാണുന്ന ഭാഗത്ത് നമ്മൾ മേഗാ കമ്പനി ഗേഡർ നിർമ്മിക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും വളവുള്ള സ്ഥലമാണ്. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് നമ്മുടെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരുന്നത്. വാഹനങ്ങൾ ചരക്ക് ലോറികളൊക്കെ കടന്നു പോകാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരുപാട് അപകടങ്ങളൊക്കെ നടന്ന ഏരിയ കൂടിയാണ്. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മളെ ചെർക്കള ഫ്ലൈ ഓവർ സ്റ്റാർട്ടാകുന്നത്. ഈ അപ്രോച്ച് ഭാഗത്ത് താഴ്ത്തിയിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ സ്പാനിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഏകദേശം ഒരു മാസത്തിനോടടുത്താണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിലവിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്ന ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ്. മറുവശത്തുള്ള സ്പാനിൻ്റെ വർക്ക് നടന്നിട്ട് പിയർ ക്യാപ്പിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉയരമില്ല. മറുവശത്തുള്ള സ്പാനുകൾക്ക് കുറച്ച് താഴ്ന്നിട്ടാണ് 3 വരിപ്പാത വരുന്നത്. ഇവിടം വരെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടം മുതൽ നമ്മളെ ചെർക്കള ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ ഫ്ലൈ ഓവറിലേക്കുള്ള ആക്സസിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഏകദേശം ഒരു 6 സ്പാനുണ്ട്. 6 സ്പാനിൻ്റെ ഏകദേശം 5 സ്പാനിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ വലതു ഭാഗത്ത് കാണുന്ന 3 വരിപ്പാത ഇവിടെ നിർമ്മാണം, നമ്മുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് നിലവിലിപ്പോൾ ഗേർഡർ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിങ് പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഫ്ലൈ ഓവറിന് താഴെയായിട്ട് ഇനി സർവീസ് റോഡിൻ്റെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം, മറുവശത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഫാസ്റ്റായി തന്നെയാണ് നമ്മുടെ ചെർക്കള ഭാഗത്തും വർക്കുകൾ മേഗാ കമ്പനി നടത്തിക്കൊണ്ട്
പോകുന്നത്. അപ്പോൾ നമ്മളെ ചെർക്കള ടൗൺ എന്തായാലും ദേശീയപാതയുടെ വികസനത്തോടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നൊരു ടൗൺ കൂടിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെർക്കള ടൗണിലോട്ട് പോകുമ്പോൾ ടൗണിൽ നിന്നും ഫ്ലൈ ഓവറിലേക്കുള്ള ആക്സസിൻ്റെ നിർമ്മാണം ആണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ ഈ പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു പില്ലറിൻ്റെ വർക്ക് മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത്. എന്തായാലും ഈ മഴയ്ക്ക് മുമ്പ് തന്നെ ഇവരുടെ ഈ ഗേഡർ ഇൻസ്റ്റാളേഷനൊക്കെ ഫിനിഷാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു പില്ലറിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇവിടെ അടിത്തറയുടെ നിർമ്മാണം കഴിഞ്ഞ് പില്ലറിൻ്റെ വർക്കാണ് നിലവിൽ നടക്കുന്നത്. ഏകദേശം പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. PR ക്യാബിന് നടന്നിട്ടുണ്ട്. 1 2 3 4 ഏകദേശം 4 പില്ലറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.